നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 60 ഹെർട്സ് സിനുസോയിഡൽ വോൾട്ടേജ് ഹാസ് എ മാക്സിമം വാല്യൂ ഓഫ് 36.56 വോൾട്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് 0.0025 സെക്കൻഡ് ആഫ്റ്റർ പാസിംഗ് ത്രൂ മാക്സിമം പോസിറ്റീവ് വാല്യൂ. അത് ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അറ്റ് വാട്ട് ടൈം മെഷേർഡ് ഫ്രം എ പോസിറ്റീവ് മാക്സിമം വാല്യൂ will instantaneous voltage be 14.14 volt. അപ്പോൾ ഇതിന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിന് 7 മാർക്കിന് ചോദിച്ച ഒരു സെമിസ്റ്റർ നിങ്ങളുടെ ഫൈനൽ സെമിസ്റ്റർ എക്സാം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 60 ഹെർട്സ് ആണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, അത് 36.56 ആണ്. സിനുസോയിഡൽ വോൾട്ടേജ് ആണ്, അപ്പോൾ എ സി ആണ്, സൈൻ വേവ് ആണ്. നമ്മളോട് ചോദിക്കുന്നത് മാക്സിമം വാല്യൂ കഴിഞ്ഞ് 0.0025 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈമിൽ മാക്സിമം വാല്യൂ കഴിഞ്ഞ് എത്രാമത്തെ സെക്കൻഡിലാണ് 14.14 വോൾട്ട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഒന്നിൽ വോൾട്ടേജും വേറൊന്നിൽ ടൈമുമാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം അറിയാവുന്ന ഇൻഫോർമേഷൻസ് ആദ്യം ഒന്ന് എഴുതാം. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 60 ഹെർട്സ് ആണ്. പിന്നെ മാക്സിമം വാല്യൂ, ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ നോർമലി ക്യാപിറ്റൽ ലെറ്റർ വി, വോൾട്ടേജ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ വി, പിന്നെ മാക്സിമം എന്ന് കാണിക്കാൻ വേണ്ടി എം എന്നുള്ളത് സഫിക്സ് ആയിട്ട് നമ്മൾ എഴുതും. ഇത് നോർമലി നമ്മളിങ്ങനെയാണ് ചെയ്യുക. അതിൻ്റെ വാല്യൂ 36.56 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ വി, സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഇതിന് പറയാം, നമ്മൾ പൊതുവെ പറയാം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയാം അല്ലേ, വി എം സൈൻ ഒമേഗ ടി. അതിനെ വേറൊരു ഫോർമാറ്റിൽ എഴുതിയാൽ വി എം സൈൻ ഒമേഗനെ 2πf എന്നും എഴുതാം, 2πft എന്ന് എഴുതാം. ഞാനിതിന് ഈ ഫോമിലേക്ക് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒമേഗയല്ല ഫ്രീക്വൻസിയാണ് ഇപ്പോൾ ഡയറക്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു വാല്യൂവിൻ്റെ ടേംസിലാക്കി അതിനെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ വേവ് ഫോം ഒന്ന് വരച്ചു നോക്കാം. സൈൻ വേവ് ആയിരിക്കും. ഇതിൽ എക്സ് ആക്സിസിൽ ടൈം, എക്സ് ആക്സിസിൽ നമുക്ക് ടൈമോ ആംഗിളോ തീറ്റയോ നമുക്ക് അവിടെ ഡിനോട്ട് ചെയ്യാം എക്സ് ആക്സിസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. 14.14 എന്ന് പറഞ്ഞ വോൾട്ടേജിൽ എത്രയാണ് ടൈം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ പ്രോബ്ലത്തിന് സ്യൂട്ട് ചെയ്യുക എക്സ് ആക്സിസിൽ ടൈം വരക്കുന്നതായിരിക്കും. വൈ ആക്സിസിൽ സ്മോൾ ലെറ്റർ വി, സ്മോൾ ലെറ്റർ വി. ഓക്കെ, ഇതിൽ നമുക്ക് മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട് വി എം, അത് 36.56 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് 0.0025 സെക്കൻഡ് ആഫ്റ്റർ പാസിംഗ് ത്രൂ മാക്സിമം പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം വാല്യൂ കഴിഞ്ഞ് ആണല്ലോ മാക്സിമം വാല്യൂ വി എം, മാക്സിമം വാല്യൂ ആവുന്ന ഇൻസ്റ്റൻ്റ് ആണ് ഇത്. ഈ മാക്സിമം വാല്യൂ കഴിഞ്ഞ് 0.0025, മാക്സിമം വാല്യൂ കഴിഞ്ഞ് 0.0025 കഴിഞ്ഞ ഇൻസ്റ്റൻറ്റിൽ, അതായത് മാക്സിമം വാല്യൂ കഴിഞ്ഞ് 0.0025 സെക്കൻഡ് കഴിഞ്ഞ ഈ ഇൻസ്റ്റൻറ്റിൽ എത്രയാണ് വോൾട്ടേജിൻ്റെ വാല്യൂ, അതായത് ഈ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? ഇൻസ്റ്റൻറ്റേനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇൻസ്റ്റൻറ്റേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ഇൻസ്റ്റൻറ്റിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണല്ലോ ഇൻസ്റ്റൻറ്റേനിയസ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് ഇക്വേഷൻ വി ഈക്വൽ ടു വി എം 2πft. ഇതിൽ
നമുക്ക് വി എം എന്താണെന്ന് അറിയാം, ഫ്രീക്വൻസി എന്താണെന്ന് അറിയാം, നമുക്ക് ടൈം മാത്രമേ അറിയാണ്ടുള്ളൂ. ഇവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് പൊതുവെ വരുത്തുക. നമ്മൾ ഈ ടൈം ഡയറക്റ്റ്ലി 0.0025 എന്ന് ചിലപ്പോൾ നമ്മൾ ബൈ മിസ്റ്റേക്ക് എഴുതാം. അങ്ങനെ എഴുതിയാൽ ആൻസർ തെറ്റായിരിക്കും. അതിന് പകരം നമ്മൾ ടൈം എടുക്കേണ്ടത് എപ്പോഴും റെഫറൻസ് പോയിന്റ് എന്നാണ്. ഇവിടെ റെഫറൻസ് പോയിന്റ് ഇതാണ്. ഇവിടുന്ന് നമുക്ക് ഏത് ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ ആണോ കാണേണ്ടത് അത്ര വരെയുള്ള ടൈമാണ് എടുക്കേണ്ടത്. ആ ടൈമിനെ ഞാൻ ടി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റ് വരെയുള്ള ടൈമാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടി ഡാഷ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പകരം മാക്സിമം വാല്യൂവിനുള്ള ടൈമാണ് തന്നിട്ടുള്ളത്. അത് 0.0025 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെഫറൻസ് പോയിന്റ്, അതായത് 0th ഇൻസ്റ്റൻറ്റ് തൊട്ട് ഈ മാക്സിമം വാല്യൂ വരെയുള്ള ടൈം കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഒരു ടൈമും ആഡ് ചെയ്താൽ ടി ഡാഷ് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് 0 തൊട്ട് മാക്സിമം വാല്യൂ വരെ ആവാനുള്ള ടൈം എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അതിന് നമുക്ക് ഫ്രീക്വൻസി യൂസ് ചെയ്യാം. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടേംസിൽ ടൈം പീരീഡ് ഈക്വൽ ടു 1/f എന്ന് എഴുതാലോ. എഴുതാം. അപ്പോൾ ഇവിടുന്ന് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് ടൈം പീരീഡ്. അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ടൈം പീരീഡാണ്, ഇവിടം വരെയുള്ള ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, അത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ടൈം. ഓക്കെ, അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പകുതി ഇത്ര വരെയുള്ള ടൈം എന്ന് പറയുന്നത് T/2 ആയിരിക്കും. കാരണം സിനുസോയിഡലാണ് വേവ്, അപ്പോൾ അത് സിമെട്രിക് ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എത്ര ടൈം എടുത്തോ അത്ര തന്നെയായിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എടുക്കുക. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ T/2 എടുത്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് T/2 എടുക്കും. അപ്പോൾ മൊത്തം ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ആവാനോ? അപ്പോൾ ഇവിടെ തൊട്ട് 0 തൊട്ട് മാക്സിമം വാല്യൂ ആവാനുള്ള ടൈം T/2ൻ്റെ പകുതി ആയിരിക്കും, T/4 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ടി ഡാഷിന് എങ്ങനെ എഴുതാം? ടി ഡാഷ് ഈക്വൽ ടു ടൈം പീരീഡ് T/4 പ്ലസ് 0.0025. ഇനി ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി എന്ന് പറഞ്ഞാൽ 1/f ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 1/4f പ്ലസ് 0.0025 സെക്കൻഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. വി ഈക്വൽ ടു Vm sin 2πf. ടിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1/4f. 4 × 60 എന്ന് പറയുന്നത് 240 പ്ലസ് 0.0025 നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് ആദ്യം ഈ ടൈം ഇത് എത്രയാണെന്ന് നോക്കാം. ടി ഡാഷ് എത്രയാണെന്ന് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 240 പ്ലസ് 0.0025 ഈക്വൽ ടു സോറി 1 divided by 240 plus 0.0025. 6.67 into 10 raised to minus 3 seconds ആണ് കിട്ടിയത്. 6.67 into 10 raised to minus 3 seconds. അപ്പോൾ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി എം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ സൈൻ ഈ ഒരു പോർഷൻ ചെയ്യില്ലേ, സൈൻ 2πf ഇൻറ്റു ഇത് ടി ഡാഷ് ആണ്. അപ്പോൾ ടി ഡാഷിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. നമുക്കത് ഡയറക്റ്റായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഡാഷ് എന്ന് പറയുന്നത് ഇൻറ്റു 6.67 ഇൻറ്റു 10 raised to minus 3 എന്ന് കിട്ടിയല്ലോ.
ഓക്കെ 2πf ഇൻറ്റു അപ്പോൾ ഇതിൽ സൈൻ 2πf ഇൻറ്റു 6.6 ഈ ഒരു വാല്യൂ ഡിഗ്രിയിലായിരിക്കുമോ റേഡിയനിലായിരിക്കുമോ? ഈ ഒരു വാല്യൂ എപ്പോഴും റേഡിയനിലായിരിക്കും. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യും ഈ ടൈപ്പ് പ്രോബ്ലം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൻ്റെ ഈ സൈൻ ഒമേഗ ടി ആ ഒരു ടൈപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴൊക്കെ ഒമേഗേൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സൈൻ്റെ ഉള്ളിലുണ്ടാവുക എപ്പോഴും ഡിഗ്രിയിലായിരിക്കില്ല, റേഡിയനിലായിരിക്കും ആംഗിൾ ഉണ്ടാവുക. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 2πf ഇൻറ്റു 6.67 ഇൻറ്റു 10⁻³ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ റേഡിയനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രോബ്ലം കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ അതിലും റേഡിയൻ സെറ്റ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ആൻസർ തെറ്റും. അപ്പോൾ ഇത് റേഡിയനിലാണോ ഡിഗ്രിയിലാണോ ഇപ്പോൾ കാൽക്കുലേറ്റർ കൺസിഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കാൽക്കുലേറ്റർ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു 6 എന്നാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 6 എന്നാണെങ്കിൽ അത് റേഡിയനിലാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ്. ചിലപ്പോൾ ഇത് 6-ലാവണമെന്നില്ല. കേസിൽ നോക്കി, കേസിൽ 6 എന്നല്ല ഇവിടെ D എന്നാണുള്ളത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റപ്പ് മോഡ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഈ കാൽക്കുലേറ്ററിൽ ഈ മോഡലിൽ 4 ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 4 പ്രസ് ചെയ്യുമ്പോൾ അത് റേഡിയനിലേക്ക് മാറി. അപ്പോൾ നിങ്ങളെ കാൽക്കുലേറ്റർ ഇത് തന്നെ ആവണമെന്നില്ല, അപ്പോൾ അത് നോക്കി ചെയ്യുക. എന്തായാലും ഇതിപ്പോൾ ആംഗിൾ റേഡിയനിലാണ് നിങ്ങൾക്കെല്ലാം അറിയാലോ, കാരണം ഒമേഗൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സൈൻ്റെ ഉള്ളിലുള്ള ആംഗിൾ റേഡിയനിലായിരിക്കണം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ആംഗിൾ റേഡിയനിലാക്കിയിട്ട് വേണം ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ. നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് AC-യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ആംഗിൾ റേഡിയനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. VM എന്ന് പറയുന്നത് 36.56 ഇൻറ്റു സൈൻ 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് 60 ഇൻറ്റു 2 നമ്മൾക്ക് ഡയറക്റ്റായിട്ട് 120 ഇൻറ്റു പൈ ഇൻറ്റു 6.67 ടി ഡാഷ് കിട്ടിയത് 6.67 അല്ലേ, 6.67 ഇൻറ്റു 10⁻³ 21.45. വോൾട്ടേജിൻ്റെ വാല്യൂ 21.45 വോൾട്ടാണ്. 21.45 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട്, ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലും സെയിം വേവ് ഫോം വരക്കുക. ടൈം, വോൾട്ടേജ്, മാക്സിമം വാല്യൂ VM. ഇതിൽ ചോദിക്കുന്നത് മാക്സിമം വാല്യൂ കഴിഞ്ഞ്, പോസിറ്റീവ് മാക്സിമം വാല്യൂ കഴിഞ്ഞ് എത്രാമത്തെ ഇൻസ്റ്റൻറ്റിലാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് മാക്സിമം വാല്യൂ കഴിഞ്ഞ് എത്ര ടൈം കഴിയുമ്പോഴാണ് വോൾട്ടേജിൻ്റെ വാല്യൂ 14.14 ആവുന്നതെന്നാണ്. അതായത് ഇതാണ് പോസിറ്റീവ് മാക്സിമം കഴിഞ്ഞ് എത്രാമത്തെ ഇൻസ്റ്റൻറ്റിൽ, അതായത് എത്ര ടൈം ആകുമ്പോൾ, അതിനെ നമ്മൾ T ഡാഷ് എന്ന് പറയുന്നു. പോസിറ്റീവ് മാക്സിമം കഴിഞ്ഞ് എത്ര ടൈം ആകുമ്പോഴാണ്, ആ ഒരു ടൈം ആകുമ്പോഴാണ് വോൾട്ടേജിൻ്റെ വാല്യൂ 14.14 ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമാണ് കാണേണ്ടത്. T ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അറിയാം, 14.14 ആണെന്നറിയാം. ഈക്വൽ ടു മാക്സിമം വാല്യൂ VM ആണെന്നറിയാം. VM 36.56 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം സൈൻ 2π, ഫ്രീക്വൻസി അറിയാം 60 ഹെർട്സ്, പിന്നെ ടൈം. ഇതിൽ നമുക്ക് അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് ഈ T മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ T ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ T തന്നെയാണോ ഈ T ഡാഷ് എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം കണ്ടുപിടിക്കാം.
അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് 14.14 ഡിവൈഡഡ് ബൈ 36.56 എന്ന് പറയുന്നത് സൈൻ 2π60t എന്ന് പറയുന്നത് നമുക്കതിനെ 120πt എന്ന് എഴുതാമല്ലോ. 120πt എന്ന് എഴുതാം. ഇനി നമുക്ക് 120πt എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 14.14 ഡിവൈഡഡ് ബൈ 36.56 ആയിരിക്കും. നമുക്ക് അതിൽ നിന്ന് ടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ ഇൻവേഴ്സ്, ഈ സൈൻ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, റേഡിയനിലേക്ക് മാറ്റിയിരിക്കണം. 14.14 ഡിവൈഡഡ് ബൈ 36.56. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.3971 കിട്ടി. അപ്പോൾ ഡിവൈഡഡ് ബൈ 120π ചെയ്താൽ ടി കിട്ടുമല്ലോ. 20 ഇൻറ്റു പൈ ചെയ്തപ്പോൾ ടി കിട്ടി. ടീൻ്റെ വാല്യൂ 1.0533 ആണ്. 1.053 എന്ന് എടുത്തു, ഇൻറ്റു 10⁻³ സെക്കൻഡ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടുന്ന് സബ് ചെയ്ത് കളയാണ്. നമുക്ക് കിട്ടിയ ടൈം മാത്രം ഇവിടെ ഒന്ന് മാറ്റി എഴുതാം. ടി ഈസ് ഈക്വൽ ടു 1.053 ഇൻറ്റു 10⁻³ സെക്കൻഡ്സ്. ഈ നമുക്ക് ഇപ്പോൾ കിട്ടിയ ടൈം തന്നെയാണോ ടി ഡാഷ്? ഞാൻ ആദ്യം പറഞ്ഞു ഇൻസ്റ്റൻറ്റേനിയസ് ഇക്വേഷനിലെ ടൈം എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് എന്നുള്ള ടൈമാണ്. അതായത് ഈ 0th ഇൻസ്റ്റൻറ്റ് എന്നുള്ള ടൈം ആയിരിക്കും നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അതായത് ഈ 14.14 എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് വാല്യൂ ഒരു സൈക്കിളിൽ 2 പ്രാവശ്യം വരും. എപ്പോഴൊക്കെ? 0ൽ നിന്ന് വോൾട്ടേജ് കൂടി വന്ന് 14.14 വോൾട്ടായി പിന്നെ മാക്സിമം വാല്യൂയിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു ടൈം, അതായത് 0ൽ നിന്ന് ഇവിടെ 14.14 ആവാനുള്ള ടൈം, ആ ഒരു ഇൻസ്റ്റൻറ്റിൽ 14.14 ആവും. അതിനുശേഷം മാക്സിമം വാല്യൂവിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് 0ലേക്ക് പോകുന്ന വഴി ഒരു 14.14 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റിൽ 14.14 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ടൈമാണ്. 0ൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് ടൈം, അതായത് മാക്സിമം വാല്യൂയിലേക്ക് പോകുന്ന വഴി ഒരു 14.14 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് ലെവലിലേക്ക് എത്തുന്നുണ്ട്. ആ ഇൻസ്റ്റൻ്റാണ് നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് അതല്ല, മാക്സിമം വാല്യൂവിൽ നിന്ന് എത്ര ടൈം കഴിയുമ്പോഴാണ് 14.14 എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് അച്ചീവ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ടി ഡാഷ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് അറിയുന്നത് ടി ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഒന്ന് വരക്കാണ്, കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി. സൈൻ വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം. ഇത് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ PM, ടൈം. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം വരക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മാക്സിമം വാല്യൂ ആവുന്ന ടൈം ഈ ഇൻസ്റ്റൻറ്റ്. നമ്മളോട് ചോദിക്കുന്നത് മാക്സിമം വാല്യൂ ആയി കഴിഞ്ഞതിന് ശേഷം ഏത് ഇൻസ്റ്റൻറ്റിലാണ് 14.14 വോൾട്ടേജ് ആവുന്നതെന്നാണ്. അതായത് ഈ ഇൻസ്റ്റൻറ്റ് അതായത് ടൈം എന്ന് പറയുന്നത് ഈ ടൈം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് ശേഷം എത്ര ടൈം, അതിന് നമ്മൾ ടി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തു. നമ്മൾക്കിപ്പോൾ കിട്ടിയത് 0 റെഫറൻസ് പോയിന്റിൽ നിന്ന് 14.14 ആവാനുള്ള ടൈം. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ടൈം ടി. ഇവിടെ ടി ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതിനെ ടി ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ ടി ഡബിൾ ഡാഷ് 1.053 ഇൻറ്റു 10⁻³. അപ്പോൾ നമുക്ക് കാണേണ്ടത് ടി ഡാഷ് ആണ്. ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും?
നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടം തൊട്ട് ഇവിടം വരെ ആവാനുള്ള ടൈം തന്നെ, ഈ ഒരു ടൈമും ഈ ഒരു ഡിസ്റ്റൻസും ഇതും ഈ ഒരു ടൈം പീരീഡും ഒന്ന് തന്നെയായിരിക്കും. കാരണം ഇതൊരു സിമെട്രിക് ആണ്. ഈ ഒരു വേവ് ഫോം എന്ന് പറയുന്നത് സൈനുസോയിഡലാണ്, അത് സിമെട്രിക് ആണ്. അപ്പോൾ 0യിൽ നിന്ന് ഇവിടെ വരെ ആവാനുള്ളതും ഈ ഒരു പോയിന്റിൽ നിന്ന് ഹാഫ് സൈക്കിളിൻ്റെ ആ എൻഡ് പോയിന്റിൽ നിന്ന് ഇവിടെ വരെ ആവാനുള്ള ടൈമും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി ഡാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ടി ഡാഷ് ഈക്വൽ ടു ഇവിടം തൊട്ട് ഇവിടം വരെ, എൻഡ് വരെ, ഇവിടം തൊട്ട് എൻഡ് വരെ എത്രയാണ്? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 1/4f ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ T/4 എന്ന് എഴുതാം. അതായത് മൊത്തം ടൈം പീരീഡിൻ്റെ 1/4 ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ, അതായത് മാക്സിമം വാല്യൂവിൽ നിന്ന് 0 ആവുന്നവരെ മൊത്തം ടൈം പീരീഡിൻ്റെ 1/4 അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ടി ഡബിൾ ഡാഷ് കുറച്ചാൽ നമുക്ക് ടി ഡാഷ് കിട്ടും. അപ്പോൾ നമുക്കത് നോക്കാം. T/4 എന്ന് പറയുന്നത് 1/4f ആണ് മൈനസ് ടി ഡബിൾ ഡാഷ്. ഇതിനെ ഒന്നും കൂടി എഴുതിയാൽ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. സോ 1/4 ഇൻറ്റു 60 240 മൈനസ് ടി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 1.053 ഇൻറ്റു 10⁻⁻3. ഒന്ന് കാൽക്കുലേറ്ററിൽ നോക്കാം. 1 ഡിവൈഡഡ് ബൈ 240 മൈനസ് 1.053 ഇൻറ്റു 10⁻⁻3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.113 എഴുതാം. 4 ഇൻറ്റു 10⁻⁻3 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ടി ഡാഷ് കിട്ടുന്നത് 3.114 ഇൻറ്റു 10⁻⁻3 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, അതായത് ഈ ആൻസർ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇതിനെന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലും ഗൂഗിൾ ക്ലാസ് റൂമിൽ പറയാം. ഏതായാലും ഇതൊരു ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ചെയ്യാൻ അധികം ഇക്വേഷൻസോ അങ്ങനെയൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ടതൊന്നുമല്ല. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് സൈൻ വേവ് സിമെട്രിക്കൽ ആണ് എന്നുള്ള ആ ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. പിന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് 2 ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ 2 ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻസും ഗൂഗിൾ ക്ലാസ് റൂമിലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും സോൾവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് 1ാമത്തെ ട്യൂട്ടോറിയൽ ക്ലാസ്സിലും 2ാമത്തെ ട്യൂട്ടോറിയൽ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി അതൊന്ന് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. അതിൽ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ രണ്ടും ഒന്ന് ചെയ്യുക. ഈ ടൈപ്പ് പ്രോബ്ലംസ് പൊതുവെ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലംസ് ഈ ടൈപ്പ് പ്രോബ്ലം വരാൻ ചാൻസ് കുറവാണ്. എന്നാലും ഈ ടൈപ്പ് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. പൊതുവേ ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറില്ല. സിമ്പിളായിട്ടുള്ള ഇതുപോലെയുള്ള ഞങ്ങൾക്കിപ്പോൾ അസൈൻമെൻ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലംസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്.